നമസ്കാരം. രാജ്യത്തിന്റെ തീരസംരക്ഷണ ചുമതലയുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വ്യോമയാന വിഭാഗത്തിൽ കനത്ത സുരക്ഷാ വീഴ്ചയും അച്ചടക്ക ലംഘനവും മറനീക്കി പുറത്തുവരുന്നു. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കഴിഞ്ഞ മാസം 23-ന് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അതീവ അപകടകരമായ രീതിയിൽ താഴ്ന്നു പറന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാക്കേണ്ട സുരക്ഷാ പ്രോട്ടോക്കോളുകളുടെ ലംഘനമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ആകാശമാർഗത്തിലൂടെ പറക്കുമ്പോൾ ശബരിമല അയ്യപ്പനെ ഒന്ന് തൊഴുക എന്ന വ്യക്തിപരമായ ഭക്തി മാത്രമാണ് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന് ഇത്തരമൊരു നിയമലംഘനത്തിന് പ്രേരിപ്പിച്ചത് എന്ന കോസ്റ്റ് ഗാർഡിന്റെ ആഭ്യന്തര അന്വേഷണ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തെ കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റിലെ ഉന്നത കമാൻഡറാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയുടെ നിഴലിലായിരിക്കുന്നത്. ദേശീയ സുരക്ഷയും അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ വ്യോമപരിധി നിയന്ത്രണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഈ ആകാശവന്ദനം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥനെ നെടുമ്പാശ്ശേരിയിലെ തന്ത്രപ്രധാനമായ ചുമതലകളിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യുകയും കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് മേഖലാ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയായ ഈ ഉദ്യോഗസ്ഥനൊപ്പം സഹ പൈലറ്റും ഒരു ക്യാമറ ക്രൂവും അന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇവരിൽ നിന്നും അധികൃതർ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെയോ സർക്കാരിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ രാജ്യത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്നതാണ് സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലുകടി. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായി നമ്മുടെ നാട്ടിലെ ആളുകളുടെ പണം ഉപയോഗിച്ച് അവരുടെ ടാക്സ് മണിയിൽ നിന്നും എടുത്ത് മേടിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുതന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഏറ്റവും അധികം കരുതലും ജാഗ്രതയും വേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇതിനു മുൻപും ഇതേ ഉദ്യോഗസ്ഥൻ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പൈലറ്റ് ചെയ്ത് അനധികൃതമായി പറക്കലുകൾ നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലും ആഭ്യന്തര അന്വേഷണ വിഭാഗത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. യാതൊരു തരത്തിലുള്ള ഓഡിറ്റിംഗും ഇല്ലാതെയാണോ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കർശനമായ ഫ്ലൈറ്റ് പ്ലാനുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം വിമാനയാത്രകൾ പതിവാക്കിയിട്ടും എന്തുകൊണ്ട് മുൻപ് നടപടിയുണ്ടായില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തുടക്കത്തിൽ പ്രതിരോധ വൃത്തങ്ങൾ ഈ സംഭവത്തെ മൂടിവെക്കാനും ന്യായീകരിക്കാനുമാണ് ശ്രമിച്ചിരുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന് വഴിതെറ്റിയിരുന്നതാണെന്ന് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി നൽകിയ ആദ്യ വിശദീകരണം. എന്നാൽ മാധ്യമങ്ങളിലൂടെയും വ്യോമയാന മന്ത്രാലയത്തിന്റെ റഡാർ വിവരങ്ങളിലൂടെയും ഹെലികോപ്റ്റർ ബോധപൂർവം ക്ഷേത്രത്തിന് തൊട്ടുമുകളിലായി വട്ടമിട്ട് താഴ്ന്നു പറന്നു എന്ന് വ്യക്തമായതോടെയാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് സൈന്യം നിർബന്ധിതരായത്. ശബരിമല പോലെയുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തടിച്ചുകൂടുന്ന ഒരു ആരാധനാലയത്തിന് മുകളിൽ സുരക്ഷാ അനുമതികളില്ലാതെ സൈനിക ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്നത് വൻ ദുരന്തങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് രാജ്യാന്തര പ്രോട്ടോകോൾ മുൻനിർത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കടക്കുമെന്ന് തന്നെയാണ് സൂചന.